ഇംഗ്ലീഷ് ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. പരീക്ഷാകാലമാണ്. ഈ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കൃത്യമായി ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ചെയ്യാൻ ചോദിക്കുമ്പോൾ അവിടെ വരാവുന്നത് വെർബുകൾ തമ്മിലുള്ള വെർബും സബ്ജക്റ്റും തമ്മിലുള്ള എഗ്രിമെന്റ് ആയിരിക്കാം, സിംഗുലർ പ്ലൂറൽ വ്യത്യാസമായിരിക്കാം, ടെൻസ് ആയിരിക്കാം, ഓക്സിലറി വെർബുകളുടെ പ്രത്യേകതയായിരിക്കാം, പ്രിപ്പോസിഷനിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ആയിരിക്കാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, വെർബുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതേണ്ടതിൻ്റെ പ്രത്യേകതകളായിരിക്കാം. ഇങ്ങനെയുള്ള സവിശേഷതകളിലൂടെയാണ് സാധാരണ എഡിറ്റിങ്ങിൽ ചോദിക്കാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഈ ചോദ്യം ഒന്ന് പരിശോധിക്കാം. വരും. The Dabbawalas was working hard every day. നമുക്ക് ഈ സെന്റൻസ് ഇവിടെ നിർത്താം. ഇവിടെ നിർത്തിയിട്ട് എന്താണ് ഇവിടുത്തെ മിസ്റ്റേക്ക് എന്ന് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വാസ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. നോക്കൂ, എവരിഡേ എന്ന് പറയുന്ന ഒരു വേർഡ് കിടക്കുന്നുണ്ട്. അത് ദിവസവും എന്ന് കാണിക്കുന്ന ഒന്നാണ്, ദിനം പ്രതി എന്ന് കാണിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ദിവസവും എന്ന് കാണിക്കുന്ന എന്നും എന്ന് പറഞ്ഞിരിക്കുന്ന രീതിയിൽ എവരിഡേ എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കേണ്ടത് പ്രസന്റ് വെർബ് ആയിരിക്കണം. പ്രസന്റ്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ്. ഇവിടെ തന്നിരിക്കുന്നത് പാസ്റ്റ്. ഇവിടെ വാസ് എന്ന വെർബ് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ അല്ലാതെ നമ്മൾ ഈ എവരിഡേ എന്ന് നോക്കുന്നില്ല എങ്കിൽ ഡബ്ബാവാലാസ് എന്ന സബ്ജക്റ്റും ഈ വെർബും തമ്മിലുള്ള എഗ്രിമെന്റ് നോക്കിയാൽ വെർബ് ഇവിടെ തെറ്റാണ് എങ്കിൽ അവിടെ വേർ വരണം. പക്ഷെ ഇവിടെ വേർ ഉപയോഗിക്കാൻ പാടില്ല. കാരണം എന്താ? എവരിഡേ എന്നതാണ് ഇവിടെ ഹാബിച്വലായി കാണിക്കുന്ന ഒന്നാണ്. ദിവസവും ദിനവും എന്നും എന്ന് കാണിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ വെർബ് പ്രസന്റ് രൂപത്തിൽ വരണം. ഇവിടെ വെർബ് ഉപയോഗിക്കേണ്ടത് ആർ എന്ന വെർബാണ്. ആർ. എന്തുകൊണ്ടാണ് ഇവിടെ ആർ വരാൻ കാരണം? ഇവിടെ ആർ ഉപയോഗിക്കാൻ കാരണം എന്താ? ആർ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറലാണ്. പിന്നെ മറ്റൊരു പ്രത്യേകത, എവരിഡേ എന്ന് പറയുന്ന ഒരു ടൈം വേർഡ് ഇവിടെ വന്നതുകൊണ്ട് ആർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആൻസർ പറയും ദ ഡബ്ബാവാലാസ് ആർ വർക്കിംഗ് ഹാർഡ് എവരി ഡേ എന്നാണ്. They uses a special code for sorting the boxes. They uses, അവർ യൂസ് ചെയ്യുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്താണ്? They എന്ന് പറയുന്ന സബ്ജക്റ്റ് പ്ലൂറൽ, യൂസസ് എന്ന് പറഞ്ഞിരിക്കുന്ന വെർബ് സിംഗുലർ. ഇവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റിൽ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണ്. അതിനാൽ ഇവിടുത്തെ പ്രത്യേകത ഈ വെർബ് പ്ലൂറൽ ആകണം എന്നതാണ്. ഇവിടെ യൂസ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. They use a special code for sorting the boxes. ഇതാണ് ഇവിടുത്തെ ആൻസർ. യൂസ്. ഇവിടെ പ്രസന്റിലാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താ? ഇവിടെ നമുക്ക് ഈ സെന്റൻസ് തുടക്കത്തിൽ തന്നെ പ്രസന്റിലാണ് വന്നിരിക്കുന്നത്. ഇവർ നിത്യേന ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഇതും പ്രസന്റ് ടെൻസിൽ ഉപയോഗിച്ചാൽ മതി. They use a special code. യൂസ് എന്ന് ഉപയോഗിക്കാൻ കാരണം ഇവിടുത്തെ സബ്ജക്റ്റ് പ്ലൂറൽ, അതുകൊണ്ട് ഇവിടുത്തെ വെർബ് പ്ലൂറൽ എഴുതണം. അതാ പ്ലൂറൽ വെർബ് യൂസ് എന്നാണ്. യൂസസ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആയി പോകും. അപ്പോൾ ഇവിടുത്തെ വെർബ് യൂസ്. അടുത്ത വരി നോക്കൂ. Even when it rain, they never stopped to deliver. Even when it rain. ഇവിടെയും അത് തന്നെ പ്രത്യേകത. വെർബ് പിന്നെ സബ്ജക്റ്റ്. ഇവിടെ ഇറ്റ് എന്നാണ്. ഇവിടെ മഴക്കാലമായാലും മഴ പെയ്താലും എന്നാണ്. ഇവിടെ റെയിൻ എന്നത് പ്ലൂറലും ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലറും ആകുന്നു. ഇപ്പൊ മഴയായിരുന്നാൽ പോലും എന്താ അവർ അവരുടെ ഈ ആഹാരം ഡെലിവർ ചെയ്യുന്നത് നിർത്തുന്നില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇവിടെ റെയിൻ എന്നതിനെ മാറ്റി റെയിൻസ് എന്ന് എഴുതണം. റെയിൻസ്. ഈവൻ വെൻ ഇറ്റ് റെയിൻസ്, മഴ പെയ്താലും മഴയത്ത് പോലും അവർ ഡെലിവറി നടത്തുന്നുണ്ട്. അടുത്ത സെന്റൻസ് ഉണ്ട്. their team work. their team work. their team work. മഞ്ഞുകാലമായതുകൊണ്ടാണ് ഈ ചുമ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. തടസ്സപ്പെടുന്നത് കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ their team work make them successful എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ടീം വർക്ക്, ഇവിടുത്തെ സബ്ജക്റ്റ് ടീം വർക്ക് എന്നതാണ്, അല്ല their എന്നല്ല എടുക്കേണ്ടത്. ടീം വർക്ക് കൂട്ടായ പ്രവർത്തനം, അത് സിംഗുലർ ആണ്. അതിനാൽ ഇവിടെ make എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ വെർബ് പ്ലൂറൽ ആണ്. ഇത് രണ്ടും യോജിക്കുന്നതല്ല. അതിനാൽ ഇത് സിംഗുലർ ആക്കണം. ഈ സിംഗുലർ വെർബ് എന്തായിട്ട് മാറണം? makes. Their teamwork makes them. Their teamwork makes them successful and their accuracy, കൃത്യത, global wins praise.
ഇവിടെ ഗ്ലോബൽ വിൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ തിരിച്ചെഴുതിയാൽ മതി. ആക്യുറസി വിൻസ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എങ്ങനെയാണ്? വിൻസ് ഗ്ലോബൽ. വിൻസ് ഗ്ലോബൽ. ഇതാണ് ഇതിന്റെ ആൻസർ. വിൻസ് ഗ്ലോബൽ. ഇതാണ് ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആവർത്തിച്ച് പഠിക്കുക, നന്നായി പഠിക്കുക. എല്ലാവരും പരീക്ഷയിൽ ഉയർന്ന മാർക്കുകൾ വാങ്ങുക. ഗ്രാമർ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ചാനൽ കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക്സ്.